ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ആഴ്ചത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വളരെ കൗതുകരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ജീവചരിത്രങ്ങൾ മലയാള സാഹിത്യത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്നത്? ആളുകളെ സ്വാധീനിക്കുന്ന, നന്മയിലേക്ക് നയിക്കുന്ന നല്ല ജീവചരിത്രങ്ങൾ ഉണ്ടാകുന്നില്ല. അതിന് കാരണമായിട്ട് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ ജീവചരിത്രങ്ങളും ഒരാളെ മഹത്വവൽക്കരിക്കാനുള്ള, വിശുദ്ധനാക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. ആരും തെറ്റുകളുള്ളവരല്ല. തെറ്റുകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കപ്പെടാൻ, പരാമർശിക്കപ്പെടാൻ ആരും താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവചരിത്രങ്ങൾ വ്യാജമായിട്ട് മാറുന്നു. അത് ആളുകളിൽ നിന്ന് അകലങ്ങളിലേക്ക് പോകുന്നു. പ്രിയമുള്ളവരെ, നാം എല്ലാം കുറവുകളുള്ളവരാണ്, തെറ്റുകളുള്ളവരാണ്. നമ്മുടെ തെറ്റുകളെ അംഗീകരിക്കുമ്പോൾ മാത്രമാണ്, അവയെ തിരുത്താനായിട്ട് തയ്യാറാവുമ്പോൾ മാത്രമാണ് നമ്മൾ നന്മകളിൽ നിന്ന് നന്മകളിലേക്ക് കുതിക്കുന്നത്. നമ്മളെ വാഴ്ത്തുന്ന പാണൻ പാട്ടുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനാവില്ല. പക്ഷേ ആ മനുഷ്യൻ നീ തന്നെ എന്ന നാഥാൻ പ്രവാചകൻ്റെ വാക്കുകൾക്ക് ഒരുപക്ഷെ നമ്മളെ നന്മയിലേക്ക്, മാനസാന്തരത്തിലേക്ക്, നവീകരണങ്ങളിലേക്ക് നയിക്കാൻ കഴിയും. ധനികനായ യുവാവിനെ നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞല്ലോ, നിനക്ക് ഒരു കുറവുണ്ട്. ധാരാളം കുറവുകളുള്ളവരായിരിക്കെ നിനക്ക് ഒരു കുറവേ ഉള്ളൂ എന്ന് ഈശോ സ്നേഹത്തോടെ പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ, തിരുത്താനുള്ള മനസ്സ് നമുക്ക് വേണ്ടേ? ആ യുവാവ് നിരാശനായി തിരിച്ചുപോയെന്ന് സുവിശേഷം പറയുമ്പോൾ അത് വായിക്കുമ്പോൾ നമുക്കിന്ന് സങ്കടമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ പലരെയും പറഞ്ഞയക്കും. അത് സ്വീകരിക്കാൻ, തിരുത്താനുള്ള കൃപ ഈ നോമ്പുകാലത്ത് നമ്മെ തേടി വരട്ടെ.